എറണാകുളം ജനറൽ ആശുപത്രിയിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മാലിന്യം റോഡിലൂടെ ഒഴുകുന്നു. ആശുപത്രി പരിസരത്ത് മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. 2 ആഴ്ചയായിട്ടും മാലിന്യം നീക്കാൻ നടപടിയായിട്ടില്ല. പരാതിപ്പെട്ടിട്ടും പരിഹാരമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിവരങ്ങൾ അഞ്ജലി ശ്രീജിത രാജ് നൽകും. അഞ്ജലി, ഈ മഴ കണ്ടു, മഴക്കാലമാണ്, അതിൻ്റെ കൂടെ ഒരുപാട് പനികൾ ഉള്ളതാണ്. നമുക്കറിയാം, കോളറ വരെ സ്ഥിരീകരിച്ചൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഈ ആശുപത്രിയുടെ പരിസരത്ത് ഇങ്ങനെ മാലിന്യം ഒഴുകിക്കിടന്നാൽ അതിന് ഒരു പരിഹാരവും കാണാതിരുന്നാൽ എന്താണ് സ്ഥിതി? രോഗികളെയൊക്കെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നില്ലേ? അതേ റോഷ്നി, എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതായത് സെപ്റ്റിക് ടാങ്ക് പൊട്ടി മാലിന്യം ഒഴുകുന്ന ഒരു സാഹചര്യമാണ്. ആശുപത്രിയുടെ പിൻഭാഗത്താണ് ഇത്തരത്തിൽ സെപ്റ്റിക് ടാങ്ക് ഉള്ളത്. ഇപ്പോൾ നാട്ടുകാരുടെ പരാതിയെ തുടർന്നും വലിയ പ്രതിഷേധത്തെ തുടർന്ന് 2 പേരെത്തി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. 2 ആഴ്ചത്തോളമായി സെപ്റ്റിക് ടാങ്കിൽ നിന്നും വെള്ളം പൊട്ടി, അതായത് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ റോഡിലേക്ക് ഒഴുകുന്നത്. അതായത് വലിയ രീതിയിൽ പനി ബാധിച്ച എറണാകുളം ജില്ലയിലാണ് ഇത്തരത്തിൽ ആശുപത്രി അധികൃതരിൽ നിന്നും ഇങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടാവുന്നത്. അതായത് ആശുപത്രിയിൽ തന്നെയുള്ള സെപ്റ്റിക് മാലിന്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ആശുപത്രി പരിസരത്ത് നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഓട്ടോ തൊഴിലാളികളും മറ്റുള്ള നാട്ടുകാരൊക്കെ പരാതിപ്പെട്ടിട്ടാണ് ഇപ്പോൾ 2 പേരെത്തി ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പരാതി നൽകിയ ഓട്ടോ തൊഴിലാളികൾ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? 2 മാസമായി നമ്മൾ പരാതി കൊടുക്കണം. PROയ്ക്കും സൂപ്രണ്ടിനൊക്കെ പരാതി കൊടുത്തു. ഇതുവരെ ഒരു നടപടി ആയില്ല. നമ്മളപ്പോൾ നേരെ ഇവിടെ പറഞ്ഞു, ആൾക്കാരായിട്ട് സംസാരിച്ചു. ചാനൽ വന്നപ്പോഴാണ് ഇവർ 2 പണിക്കാരില്ലെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പണിക്കാർ എങ്ങനെയാണ്, അതായത് റോഡിലൂടെ വെള്ളം നന്നായി ഒഴുകുന്നത്? അത് ഇവിടെ ടാങ്ക് നിറഞ്ഞിട്ട് അത് മതിലിന്റെ വിടവിൽ കൂടി ഫുട്പാത്തിലേക്ക് കൂടി ഇറങ്ങുകയാണ്. അതും ചവിട്ടിയാണ് യാത്രക്കാർ നമ്മുടെ ഓട്ടോയ്ക്കകത്ത് കയറി വരുന്നത്. അത് ദുർഗന്ധമുള്ള മാറ്റമുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ 2 മാസം കാലയളവായി. ശരിക്കും സാധാരണക്കാരൻ ആശ്രമം ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് സെപ്റ്റിക് മാലിന്യം ഇപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ട ദൃശ്യമില്ല, അവിടുന്ന് പൊട്ടി പുറത്തോട്ട് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്രണ്ടിന്റെ അറിവുണ്ട്. ഇന്നലെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർ മൈൻഡല്ല. ഇതിന് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അല്ല, പേര് നുണ്ണിയ കോൺട്രാക്ടിന്. അയാൾ വന്നിട്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ മമ്പട്ടിക്ക് 2 മണ്ണ് വെട്ടിയിട്ട് ആ മതലിന്റെ സൈഡിലിട്ട് ഓട്ടടിച്ചു പോകണം. ഫെവിക്കോൾ വെച്ചിട്ട് ഓടിക്കും. അതേപോലെ ഒരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. പരാതിപ്പെടുമ്പോ എന്താണ് സൂപ്രണ്ടിന്റെ ആളില്ല, ആള് വന്നിട്ടില്ല, പിടിച്ചിട്ടില്ല എന്നാണ് ഇവര് പറയണത്. പിന്നെ അതുമാത്രം മഴക്കാല സമയമാണ് ഏറ്റവും പകർച്ചവ്യാധികളും കാര്യങ്ങളൊക്കെ. ഇത് നല്ല രീതിയിൽ അധികാരികൾ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആപത്തിലോട്ട് പോകും. ജനങ്ങളുടെ സുരക്ഷ, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവരാണ് ജനങ്ങൾക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നത്. അതേ റോഷ്നി, അതായത് രോഗവുമായിട്ട് ആശുപത്രിയിൽ എത്തുമ്പോഴാണ് ആശുപത്രിയിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ സെപ്റ്റിക് മാലിന്യങ്ങൾ ഒഴുകുന്നത്. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് ജനറൽ ആശുപത്രിയിലുള്ളത്. കൂടാതെ ഈ സ്ഥലങ്ങളിലും മോർച്ചയുടെ ഭാഗങ്ങളെല്ലാം ഇത്തരത്തിൽ സെപ്റ്റിക് മാലിന്യങ്ങളുണ്ട്. പ്രസവ വാർഡിന്റെ സമീപത്ത് പോലും സെപ്റ്റിക് മാലിന്യങ്ങൾ എത്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിലുള്ളത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ 2 ഉദ്യോഗസ്ഥർ ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇവിടെ എത്തി ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. നിലവിലുള്ള മാലിന്യങ്ങൾ ഒഴുകുന്ന സ്ഥലങ്ങളിൽ താൽക്കാലികമായി മണ്ണ് വെച്ചടച്ച് ഈ മാലിന്യം പുറത്തു പോവാതിരിക്കാനുള്ള ഒരു സാഹചര്യം മാത്രമാണ് ഇവിടെ ആശുപത്രി അധികൃതരിൽ നിന്നും ഉണ്ടാകുന്നത്. ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും കൂടാതെ ഈ ഓട്ടോ തൊഴിലാളികൾക്കും സമീപത്തൂടെ പോകുന്ന ആളുകളെല്ലാം ഈ മാലിന്യം ചവിട്ടിയാണ് പോകുന്നത്. വലിയൊരു വീഴ്ചയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് 2 പേർ ഇപ്പോഴെത്തിയിട്ടുള്ളൂ. 2 മാസത്തോളമായി ഇത്തരത്തിൽ മാലിന്യങ്ങൾ പുറത്തേക്ക് പോകുന്നു. 2 ആഴ്ചയായി റോഡിലേക്ക് മാലിന്യം ഒഴുകുന്നു. എന്നാൽ ഒരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നതാണ് ഇപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത്. റോഷ്നി.